ഈ ഗാർഡന്റെ ഉള്ളിലേ ഒരു ഊഞ്ഞാല് സെറ്റ് ചെയ്യണം എന്നുള്ളത് ആരുടെ ഐഡിയ ആയിരുന്നു? അത് ശരിക്കും പറയുകയാണെങ്കിൽ അമ്മയുടെയാണ്, അനുവേട്ടൻ്റെ അമ്മയുടെ ഐഡിയയാണ്. അമ്മയ്ക്ക് ഊഞ്ഞാല് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ കുട്ടികൾക്ക് ആടണം. അപ്പൊ എവിടെയെങ്കിലും ഒരു ഊഞ്ഞാല് കെട്ടണം മുറ്റത്ത്, വീട് പണി കഴിഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പൊ പിന്നെ ഇതിന്റെ ഉള്ളിൽ തന്നെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരങ്ങളിലാ രാത്രി സന്ധ്യക്കൊക്കെ ഇരുന്നിട്ട് ഇരിക്കാമല്ലോ, ഇവർക്ക് വന്നിട്ട് ഇരിക്കാം. ഇത്ര അടുത്തായത് നമുക്ക് എളുപ്പമാണ്. ഗാർഡനിലാണെങ്കിൽ അതൊരു ഇതുവായി. അശ്വതി ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് ശ്രീദേവി അമ്മ. ശ്രീദേവി അമ്മയും അശ്വതി തമ്മിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ബോണ്ടിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് പറയാനുള്ള വിശേഷങ്ങളും കൂടി നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ കാണാം. വർക്കിംഗ് വുമൺസ് എന്ന് പറഞ്ഞിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുടെ ഈ ഒരു ജനറേഷനെ കുറിച്ച് മാത്രമാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിനു മുന്നത്തെ ഒരു ജനറേഷനിലും ഒരുപാട് സ്ത്രീകൾ വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും അതേ കുറവായിട്ടുള്ള സ്ത്രീകൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അന്നും ചെയ്തിരുന്നവരുണ്ട്. അപ്പോൾ അതിൽ നമുക്കൊരു അനുഭവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അമ്മയുടെ പേര് ശ്രീദേവി എന്നാണ്. അപ്പോൾ അശ്വതിച്ചിയുടെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഇത്രയും കാലം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതിൽ ഇന്ന് വരെയും അമ്മേനെ പറ്റിയിട്ട് എന്താ പറയുക, ഒരു അമ്മായിമ്മയും മരുമകളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും തന്നെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് വരെയും ചേച്ചിയുടെ കൂടെ നമ്മളൊരു 9 മണി തൊട്ട് 5 മണി വരെ ഇരുന്ന് വർക്ക് ചെയ്യുന്നതാണ്. ഒരു മോശമായിട്ടുള്ള ഒരു വേർഡോ അല്ലെങ്കിൽ അമ്മ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊരു പരാതിയോ ഇന്ന് വരെയും അശ്വതി ചേച്ചി പറഞ്ഞിട്ടില്ല. പുള്ളിക്കാരത്തി ആണെങ്കിൽ ഇഷ്ടപ്പെടാത്തൊരു കാര്യം കൃത്യമായിട്ട് തുറന്നു പറയുന്ന ഒരാളാണ്, അല്ലാതെ പറയാതിരിക്കുന്ന ഒരു വ്യക്തിയല്ല. അപ്പോൾ അതുകൊണ്ട് അമ്മേനെ അത്രയും റെസ്പെക്റ്റ്ഫുൾ ആയിട്ടാണ് പറയുക. ചേച്ചി പറയുമ്പോൾ ചേച്ചിയുടെ അമ്മയാണ് കുറച്ചും കൂടിയും ചേച്ചിനെ വഴക്ക് പറയും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യൊക്കെ പറയാറ്. അമ്മ ഇന്ന് വരെയും മോശമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു എന്നോ, അമ്മ ഫുൾ സപ്പോർട്ടീവാണ്, എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കുന്ന ഒരു അമ്മയായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അമ്മ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു കാലത്ത് അമ്മയും കുട്ടികളെ വളർത്തുകയും ജോലിക്ക് പോവുകയും വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒരുപാട് മാനേജ് ചെയ്തിരുന്ന അമ്മയാണ്. അപ്പോൾ ചേച്ചിയുടെ ഈ സ്ഥലങ്ങൾ മുഴുവൻ കാണിച്ചു തന്നപ്പോൾ പറഞ്ഞു അമ്മയാണ് ആ കാര്യങ്ങൾ മുഴുവൻ ഡീൽ ചെയ്യണതെന്ന്. അപ്പം നമുക്ക് ആ കാര്യങ്ങൾ മുഴുവനും നമുക്ക് അമ്മയുടെ തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അമ്മ എവിടെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്? ചേർപ്പിൽ അല്ലേ? എന്തായിരുന്നു പോസ്റ്റ്? സീനിയർ സൂപ്രണ്ടായിട്ടാണ് റിട്ടയർ ചെയ്ത് ചേർന്നത് കാഷ്യറായിട്ട്. അതെ അല്ലേ? അത് ശരി. അപ്പോൾ എത്രാമത്തെ വയസ്സിലായിരുന്നു ജോലിക്ക് കയറി? 22 വയസ്സിൽ. അപ്പൊ അമ്മ എപ്പോഴാണെങ്കിൽ കല്യാണം? 23 വയസ്സിൽ. എപ്പോഴായിരുന്നു കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വന്നത്? 22 വയസ്സിൽ. അപ്പൊ അമ്മയുടെ കല്യാണം കഴിഞ്ഞിട്ടാണ് നമുക്ക് ജോലി കിട്ടിയത്. അത് ശരി. അപ്പൊ വീട്ടിലെ വീട് അപ്പൊ ഒരു സ്വാഭാവികമായിട്ടും പണ്ട് എന്ന് പറയുമ്പോ ഒരു കൂട്ടുകുടുംബം ആയിരിക്കുമല്ലോ? അല്ല, അമ്മയും അച്ഛനും ഞാനും ഞങ്ങൾ രണ്ടാളും പിന്നെ ഒരനിയനും അനിയത്തിയും കൂടെ ഉള്ളത്. അവര് കല്യാണം കഴിഞ്ഞു പോയി. ശരി. അപ്പൊ അമ്മ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തിട്ട് ജോലിക്ക് പോയിരുന്ന ഒരാളാണ്. വളരെ നല്ല അമ്മയായിരുന്നു. അത് ശരി. എക്സ്ട്രാ നല്ല അമ്മയായിരുന്നു. ശരി. അച്ഛനാണെങ്കിൽ അത്ര അല്ല, അച്ഛൻ കുറച്ച് രാഷ്ട്രീയത്തിലും അങ്ങനെയൊക്കെയാണ്. അപ്പൊ ആൾക്ക് പിന്നെ എന്താ പറയാ, കയ്യില് എന്തെങ്കിലുമൊക്കെ കിട്ടി ആരാ ചോദിച്ചവർക്ക് കൊടുക്കും. അങ്ങനെയൊക്കെ കാരണം ട്യൂഷനാണ് കുട്ടികൾക്ക് എടുത്തിരുന്നത്. അപ്പൊ അമ്മ തന്നെ വേണ്ടി വന്നു. ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യാൻ പറ്റുമോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശില്ല ഞങ്ങൾക്കൊക്കെ. പാട്ടം പെട്ടെന്ന് നിന്നുകാരനെ ഒറ്റ വരവില്ലാണ്ടേ ഞങ്ങൾക്ക് പാട്ടെന്ന്. പിന്നെ അമ്മ വളരെ ബുദ്ധിമുട്ടി കൃഷി ഇവിടെയൊക്കെ തെങ്ങൊക്കെ വെച്ച് ആ വലിയ തെങ്ങുകളൊക്കെ അമ്മ വെച്ചതാണ്, വെപ്പിച്ചതാണ്. പിന്നെ ഞങ്ങൾക്ക് അയൽവാസികളായിട്ടൊരു കേസ് ഉണ്ടായി. അവര് ഇങ്ങനെ ദിവസം വെയിൽ, അവരൊരു പറയാൻ പാടില്ല എന്നാലും ഒരു തെക്കൻ അയാൾക്ക് ഇവിടെ അമ്പലത്തിൽ ജോലിയാണ് മാനേജറായിട്ട്. അപ്പോൾ ധാരാളം കാശുണ്ട്. അന്ന് ഗവൺമെൻറ് നെല്ല് ശേഖരിക്കുന്ന കാലമാണ്. ആള് ഭയങ്കര കറക്റ്റാണ്. അപ്പം ഇവിടെ കോൾപ്പാടങ്ങളിലൊക്കെ നെല്ല് വരുമ്പോൾ ഫുൾ മുറച്ച് വിറ്റിട്ടൊക്കെ ഇഷ്ടംപോലെ കാശായപ്പോൾ അവര് ഇതെവിടെയാണെങ്കിൽ അത്ര ശ്രദ്ധിക്കാൻ ആളില്ലാത്ത കുട്ടികളൊക്കെ പഠിക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ വല്ലാതെ ഉപദ്രവിച്ചു. അത് കഴിഞ്ഞിട്ടും എല്ലാ വിധത്തിലും. പക്ഷെ അമ്മ ഭയങ്കര ഫൈറ്റിങ് ഇതാണ്, സ്പിരിറ്റാണ്. അമ്മ ഭയങ്കര മാർക്സിസ്റ്റായിരുന്നു. അതാണ് അമ്മയുടെ അമ്മാവന്മാര്, നമ്മുടെ ഏട്ടന്മാര്, അവരൊക്കെ വളരെയധികം അന്ന് എല്ലാവരും അത്. എന്നാലും അല്ല, അപ്പൊ ശരിക്കും നമ്പൂതിരി കുടുംബമാണ് അല്ലെ? നമ്പൂതിരിമാരുടെ എല്ലാ അതും ശ്രദ്ധിക്കുന്ന ഒരു കുടുംബമായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് കാലത്ത് സാധാരണക്കാരുടെ കൂടെ നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്തിരുന്നിട്ടുള്ള, അതായത് എല്ലാവർക്കും ഇല്ലാത്തൊരു ചിന്താഗതി ആയിരുന്നല്ലോ. പിന്നെ അമ്മയ്ക്ക് എപ്പോഴും പണിക്കാരോടൊക്കെ വളരെ ദയാണ്. അവരെ അത് കാരണം
അമ്മയ്ക്കൊപ്പം നിന്നിരുന്നത് ഇയാള് ഉപദ്രവിക്കുമ്പോഴൊക്കെ ഉപദ്രവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിലൊക്കെ കിണറിൻ്റെ അവിടം വരെയൊക്കെ കൊണ്ടുവന്ന് കെട്ടി അങ്ങനെയൊക്കെ ചെയ്യാണ് ചെയ്തത്. പിന്നെ അപ്പം എല്ലാ ആഴ്ചയും അമ്മ സിനിമയ്ക്ക് പോകും. അവരൊക്കെ അന്ന് ഇവിടെ എല്ലാവരും നൂലെടുക്കും, ഖദറിൻ്റെ. അമ്മ ഇവിടെ വെച്ചിട്ട് അമ്മയും നൂലെടുക്കും, പിന്നെ ഓലമിടയും ചിറയിൽ ഓലയിട്ടിട്ട് അങ്ങനെ കാശുണ്ടാക്കും. ആ പൈസ കൊണ്ട് എല്ലാ ആഴ്ചയും പിന്നെ ഏട്ടന്മാരുടെ കുട്ടികളൊക്കെ ഇവിടെ പഠിച്ചിരുന്നത്. അപ്പോൾ നല്ല ചിലവുണ്ട്. പക്ഷേ അവർക്കൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് വെച്ചാൽ എല്ലാ തവണയും സിനിമയ്ക്ക് പോവാം. എല്ലാം ഞാൻ വെള്ളിയാഴ്ച ഒരു സിനിമയ്ക്ക് പോകും. ഞാനും കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഇവർ ശനിയാഴ്ച വെള്ളിയാഴ്ച പോകും, ഞങ്ങൾ രണ്ടുപേരും ഞായറാഴ്ച പോകും. ഇവിടെ 2 തിയേറ്ററാണ്, അതിലെല്ലാ സിനിമയും എല്ലാവരും കാണും. അന്ന് അങ്ങനെയാണ് പൊതുവെ, സിനിമയ്ക്ക് എല്ലാവരും ഉണ്ടാവും. പിന്നെ റേഷൻ വാങ്ങാനൊക്കെ എല്ലാവരും താല്പര്യമുള്ള ജാതി. ഇപ്പോഴത്തെ പോലെയൊന്നും ഇങ്ങനെ കൺസ്യൂമറിസം വളരെ കുറവാണ്. അത്രയൊക്കെയുള്ള അമ്മയ്ക്ക്. അപ്പൊ അമ്മ ഈ പറമ്പിന്റെ കാര്യങ്ങളും അല്ലെങ്കിൽ ചെടികൾ മാനേജ് ചെയ്യുക, അതെ കൃത്യമായിട്ട് വളമിടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വളമിടാനൊക്കെ വിഷമാണ്. അങ്ങനെയൊന്നുമില്ല. എനിക്ക് അമ്മ ചെയ്തായിരുന്നു, ഞാൻ ചെയ്തു. പിന്നെ ഏട്ടന് ഒറ്റപ്പാലത്താണ് ജോലി. അപ്പൊ ശനി ഞായറേ വരുള്ളൂ. ആൾക്ക് വളരെ ഇൻട്രസ്റ്റ് ആണ്. അത് കാരണമാണ് ഈ വീട് മുമ്പിലേക്ക് മാറിപ്പോയത്. അവിടെ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു, അച്ഛൻ വാങ്ങിക്കൊണ്ടുവന്ന തണുത്ത നല്ല അതായിരുന്നു, കായൊക്കെ ഉണ്ടായി തുടങ്ങി. പക്ഷെ അത് കഴിഞ്ഞപ്പോ അത് ചീത്തയായി. കൃഷി വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ പഠിച്ചു വെച്ചു. നമ്മൾ പഠിച്ചാ പഴയ തന്നെയാണ് ചെയ്യുന്നത്. അല്ല, ചേച്ചി ഇങ്ങനെ വന്നിരുന്ന് പറയാറുണ്ട് അമ്മയാണ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ എനിക്ക് ചെയ്യാനുള്ള കയ്യിൽ കാശും കിട്ടും, വേറെ ചെലവൊന്നും ഇല്ലല്ലോ. അതാണ് ഏറ്റവും പ്രധാനം. മറ്റെന്ത് പറഞ്ഞാലും കാശ് കയ്യിലുണ്ടെങ്കിൽ തന്നെ ചെയ്യാൻ പറ്റും. എന്തൊക്കെ പറഞ്ഞാലും ഒരു സ്നേഹസമ്പന്നയായ അമ്മയാണ്, അതിലൊരു സംശയമില്ല. അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ഞാൻ വന്ന വീട്ടിലോ എൻ്റെ ബന്ധുക്കളുടെ അവിടെയോ ഒന്നും എവിടെയും വഴക്കുണ്ടായിട്ടും ബഹളം ഉണ്ടായിട്ടും കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും വളരെ, ഞങ്ങൾ 6 പേരുണ്ട്. ഇപ്പോഴും എല്ലാ ഓൾട്ടർനേറ്റ് ഞായറാഴ്ചയും ഒരു ഫാമിലി മീറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചിലരൊക്കെ എല്ലാവരും കുട്ടികളും ഒക്കെ ആയിട്ട് വരും. എല്ലാവരും ഒന്നും ഉണ്ടാവില്ല, അപ്പോൾ ഫാമിലി കണക്ഷൻ വളരെ കൂടുതലാണ്. മക്കളെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നാണ് അമ്മയുടെ ഒരു, അതായത് കുട്ടികളോടുള്ള സ്നേഹത്തിന്റെ ഒരു, ഇപ്പം അമ്മയുടെ അടുത്ത് എല്ലാവരും സ്നേഹമായിട്ടിരിക്കണു, അമ്മേനെ അന്വേഷിച്ച് എല്ലാവരും വരുന്നു എന്ന് പറയുമ്പോൾ അമ്മ ഒരു ബേസിക് ആയിട്ടൊരു കാര്യം കാണുന്നുണ്ടാവുമല്ലോ. ഒരു കാര്യം ചെയ്താൽ മതി, അവര് നല്ലോണം ഇഷ്ടമാവണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം, ആവശ്യമില്ലാണ്ട് അവരുടെ എന്താ വാശികൾക്കൊന്നും അങ്ങനെ ഇട കൊടുക്കരുത്. അത്രയൊക്കെ ചെയ്താൽ മതി. പിന്നെ പൈസയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, എന്തും ചെയ്യാം എന്നുള്ളൊരു വിചാരം അവർക്ക് ഉണ്ടാവാൻ പാടില്ല. ആവശ്യതയും വളരെ സ്ട്രിക്റ്റ് ആണ്. ഡ്രസ്സൊക്കെ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ മേടിച്ചു കൊടുക്കും, പക്ഷെ അതവിടെ നിർത്തും. ഒരു പുതിയ ഡ്രസ്സ് ഒരാൾക്ക് കണ്ടു, എനിക്കത് മേടിക്കണം എന്ന് പറഞ്ഞിട്ടൊന്നും നടക്കില്ല. അത് നമ്മൾ കുറച്ച് സ്ട്രിക്റ്റ് ആവണം, പക്ഷെ അവരുടെ ആവശ്യങ്ങൾ നടക്കുകയും വേണം. അവർക്ക് പിന്നെ കുട്ടികൾക്ക് നമ്മളിൽ വളരെ കോൺഫിഡൻസ് ഉണ്ടാവണം. അതാണ് ഏറ്റവും പ്രധാനം. അവർക്ക് എന്തുണ്ടെങ്കിലും നമ്മളോട് പറയാനുള്ള ധൈര്യം ഉണ്ടാവണം. അത് വളരെ പ്രധാനമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് അപ്പോഴും കൂടി എനിക്ക് പലപ്പോഴും പലതും മനസ്സിലാവില്ല. അപ്പോൾ എനിക്ക് പേടിയാവും, ഞാൻ തോൽക്കുകയും, ഞാൻ അത്ര ധൈര്യമുള്ള ആളൊന്നുമല്ല. അപ്പോൾ രാത്രിയൊക്കെ എനിക്ക് സങ്കടമാവും. അപ്പോൾ അച്ഛനോട് അടുത്തിരിക്കും, യു ക്യാൻ ഡു. അതാണ് ഏറ്റവും കുട്ടികളെ നിനക്ക് പറ്റും. ആ ബോധ്യം കുട്ടികൾക്ക് ഉണ്ടായാൽ. എനിക്ക് KCBയിൽ ഞാൻ കുറേ ടെസ്റ്റുകൾ എഴുതി. ആദ്യം എഴുതിയത് KCB ആണ്, പിന്നെ 3 എണ്ണം തുടർച്ചയായിട്ട് കിട്ടി. പക്ഷെ KCB ആണ് കൂടുതൽ ശമ്പളം ഉണ്ടായിരുന്നത്. അന്നും B.Ed ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. ഏട്ടൻ സ്കൂൾ ടീച്ചറല്ലേ, എനിക്ക് ടീച്ചറാവാൻ ഒട്ടും ഇഷ്ടമില്ല. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, B.Ed കഴിഞ്ഞിട്ട് നമുക്ക് ടെസ്റ്റുകൾ എഴുതാം, എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ജോലി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല, ഒരു കുടുംബമാണെങ്കിൽ ജോലി വേണം. അപ്പോൾ ടെസ്റ്റ് സ്കൂളിൽ വേണ്ട. ഇത് കിട്ടിയപ്പോൾ സന്തോഷമായി, ഭയങ്കര ജീവിതത്തിൽ ഏറ്റവും സന്തോഷിച്ച ഒരു കാര്യം അതാ, ജോലി കിട്ടിയതാ. ആ ജോലി കൊണ്ട് പിന്നെ മുന്നോട്ട് നല്ല രീതിയിലൊരു ജീവിതം ഉണ്ടായി അല്ലേ? ജോലി ഇല്ലെങ്കിലും ഉണ്ടാവും. എന്നാലും നമുക്കിത് ഡബിളായില്ലേ എല്ലാം. അപ്പൊ കുറച്ചും കൂടി നമുക്ക് ഈസി ആയി ലൈഫ്. വേറെ എന്തെങ്കിലും അമ്മയുടെ ഓർമ്മകൾ എന്തെങ്കിലും
എന്തൊക്കെ ഓർമ്മ, എനിക്കൊന്നും മറന്നിട്ടില്ല. അല്ല, സന്തോഷമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ? സന്തോഷമുള്ളത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഞാൻ ജീവിച്ചത് ഭയങ്കര സന്തോഷമുള്ള കാര്യം. അതാണ് ഏറ്റവും സന്തോഷം. അല്ല ഞാനിവിടെ വന്നിട്ട് അമ്മയുടെ കൂടെ ഏട്ടനും കുട്ടികളും ഭയങ്കര പ്രാരബ്ധമായിട്ടാണ്. അതായത് അനിയത്തിയുടെ കുട്ടികളെ ഒരു കുട്ടിയും ഇവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അനിയത്തി ചില ഫാമിലി ട്രബിൾസ് ഒക്കെ ഉണ്ടായി. പിന്നെ അവരിപ്പോഴും വളരെ, എനിക്ക് റിലേഷൻഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് അവരിപ്പോഴും വരും പോവും. അതന്നെയുള്ളൂ. ആരായിട്ട് ഞാൻ തല്ലോടിയതായിട്ട് എനിക്ക് ഓർമ്മയൊന്നുമില്ല.